ദുരന്തങ്ങൾ പലതും മനുഷ്യനിർമ്മിതമാണ്. പലപ്പോഴും ദുരന്തങ്ങൾക്ക് കനത്ത വില നൽകേണ്ടി വരിക മനുഷ്യർ മാത്രമാകില്ല. ഭൂമിയിലെ സർവ്വ ജീവജാലങ്ങളും അതിൽ ഉൾപ്പെടും. ദുരന്തങ്ങളിൽ നിന്ന് മോചിതരാകാൻ മാനവരാശിക്ക് നൂറ്റാണ്ടുകൾ തന്നെ വേണ്ടിവരും. ലോകത്ത് തന്നെ ഏറ്റവും പഴക്കം ചെന്ന മുല്ലപ്പെരിയാർ ഡാമും ഇപ്പോൾ ദുരന്തമുഖത്താണ്. ഇടുക്കി ജില്ലയിലെ കുമളിക്ക് സമീപമുള്ള പെരിയാർ വന്യജീവി സങ്കേതത്തിലാണ് മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്നത്. മുല്ലപ്പെരിയാർ ഡാമിന് ഏതെങ്കിലും തരത്തിൽ തകർച്ച സംഭവിച്ചാൽ മധ്യ കേരളത്തിലെ 40 ലക്ഷത്തോളം ജനങ്ങൾ ദുരന്തങ്ങൾക്ക് ഇരയാകും. അതിനാൽ മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഒരു ശാശ്വതമായ പരിഹാരമാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. 1887 നിർമ്മാണം തുടങ്ങി 1895 ഒക്ടോബർ 10 മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ നിർമ്മാണം പൂർത്തിയായത്. ലിബിയയിൽ ഉൾപ്പെടെ അടുത്ത നാളുകൾ ഉണ്ടായ ഡാമുകളുടെ തകർച്ചയാണ് ഇടവേളകൾക്ക് ശേഷം മുല്ലപ്പെരിയാർ വിഷയം വീണ്ടും സജീവമാക്കിയത്. കാലപ്പഴക്കം മൂലം ജീർണാവസ്ഥയിലായ അണക്കെട്ടിൽ 45 TMC ജലമാണ് നിറഞ്ഞു കിടക്കുന്നത്. കാലപ്പഴക്കം കൊണ്ട് മുല്ലപ്പെരിയാർ അണക്കെട്ടിന് എന്തെങ്കിലും സംഭവിച്ചാൽ അത് മധ്യ കേരളത്തെ തുടച്ചു നീക്കും. അങ്ങ് വിദൂരത്ത് കാണുന്നതാണ് മുല്ലപ്പെരിയാർ ഡാം എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ചെറുതായിട്ടാണ് കാണാൻ കഴിയുക. ആ 2 വലിയ മലനിരകൾക്ക് ഇടയിലായി കാണുന്ന ആ ഭാഗമാണ് മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്നത്. ആ ഡാമിന് എന്തെങ്കിലും ഒരു നാശനഷ്ടം സംഭവിച്ചാൽ, ഈ കാലപ്പഴക്കം മൂലം സംഭവിച്ചാൽ, അതിൻ്റെ ഒരു ദുരന്ത ഫലം ഏറ്റുവാങ്ങേണ്ടി വരിക ഇവിടെയുള്ളവർ മാത്രമായിരിക്കില്ല. മധ്യ കേരളം ഒന്നാകെ ഒലിച്ചു പോകുന്ന ഒരു സാഹചര്യമാകും ഉണ്ടാകാൻ പോകുക. ഈ നാട്ടുകാരാണ് ഇതിൻ്റെ ഫലം അനുഭവിക്കാനിരിക്കുന്നത്. കാരണം ഏത് സമയത്തും ഇത് തകർന്നു വീഴാം. ഇത് തകർന്നു കഴിഞ്ഞാൽ വരുന്ന കുഴപ്പം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടുന്ന് എറണാകുളം വരെ, അതായത് മൂവാറ്റുപുഴ എറണാകുളം, തൊടുപുഴ എറണാകുളം ഭാഗത്തുള്ള മിക്കവാറും പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിൽ പോകും. അതുപോലെ തന്നെ കടൽ ഇങ്ങോട്ട് കയറും. അത് നോസ്ട്രഡാമസിൻ്റെ പ്രവചനത്തിൽ ഇങ്ങനെ ഒരു ഇതുള്ളതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്ത്യയിൽ ഇങ്ങനെ തെക്കേറ്റത്ത് ഏതോ ഒരു പുതിയതായിട്ട് ഉയർന്നു വന്ന ഒരു സിറ്റി തീർന്നു പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഈ എറണാകുളത്തെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നതെന്നാണ് എൻ്റെ കണക്കുകൂട്ടൽ. 1970 സി അച്യുതമേനോൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് തമിഴ്നാടും കേരളവും തമ്മിലുള്ള മുല്ലപ്പെരിയാർ പാട്ടക്കരാർ പുതുക്കുന്നത്. അന്ന് മറ്റു താല്പര്യങ്ങൾ വെച്ച് കേരള താല്പര്യം സംരക്ഷിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടെന്ന ആക്ഷേപവും നാട്ടുകാർ ഉയർത്തുന്നു. അച്യുതമേനോന്റെ കാലത്താണ് ഈ എഗ്രിമെന്റ് പുതുക്കുന്നത്. ആ എഗ്രിമെന്റ് പുതുക്കുമ്പം കേരളത്തിലെ ആദ്യത്തെ അറിയപ്പെടുന്ന അഴിമതിയാണ് കേരളത്തിലെ. ആ അഴിമതിയിൽ ആരംഭിച്ച അതിപ്പോൾ അഴിമതി മൂർധന്യത്തിൽ എത്തി നിൽക്കുകയാണ്. അപ്പം മുല്ലപ്പെരിയാറിൽ ആരംഭിച്ച് മുല്ലപ്പെരിയാർ തീരുന്ന അഴിമതിയാണെന്ന് എനിക്ക് തോന്നുന്നു. വലിയ താമസം കൂടാതെ എല്ലാം തീരും. ഇവിടുത്തെ രാഷ്ട്രീയക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും വേറെ ആയതുകൊണ്ട് കൈക്കൂലി കെട്ടിയൊക്കെ മിക്കവാറും അവിടെ അസറ്റായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ആ അസറ്റും ഒക്കെ നഷ്ടപ്പെട്ടു പോയെന്നവരും, പിന്നെ ഓരോരുത്തരുടെയും കണക്കും രേഖകളൊക്കെ തമിഴ്നാട് സർക്കാരിൻ്റെ കയ്യിലുണ്ട്. അത് അവർ വെളിയിൽ വിടും. അവർ ബ്ലാക്ക് മെയിൽ ചെയ്തിരിക്കുകയാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയക്കാരെ. പിന്നെ രേഖയുണ്ട്, ഓരോരുത്തർക്ക് കൊടുത്തതിനൊക്കെ രേഖയുണ്ട്, അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓരോ കാലാകാലത്തെ ഗവൺമെൻറ് തമിഴന്മാർ വേറെ മലയാളിയേക്കാൾ ബുദ്ധിമാന്മാരാണ് ഇക്കാര്യത്തിൽ. അതുകൊണ്ടാണല്ലോ അവർ കേരളത്തിലിരിക്കുന്ന ഡാമിൽ അവർ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അവർക്ക് ഭരിക്കാൻ പറ്റുമോ? മുല്ലപ്പെരിയാർ വിഷയം ഇന്നും രാഷ്ട്രീയ പാർട്ടികളുടെ കറവപ്പശുവാണെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. കേരളത്തിലെ ജനങ്ങളുടെ വേദന ഉൾക്കൊള്ളുന്നതിൽ രാഷ്ട്രീയ നേതൃത്വങ്ങൾ പരാജയപ്പെട്ടെന്നും ആരോപണം ഉയർത്തുന്നു. കേരളത്തിൽ നിന്ന് 23 നേതാക്കന്മാർ വിവിധ കക്ഷികളിൽപ്പെട്ടവരെല്ലാം കൂടെ മൻമോഹൻ സിംഗിനെ കാണാൻ പോയി ഇതിൻ്റെ പ്രശ്നത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ മൻമോഹൻ സിംഗ് അവിടെ നിന്നുകൊണ്ട് ഒരു ലിസ്റ്റ് എടുത്ത് ഇങ്ങനെ കാണിച്ചു. ജയലളിത കൊടുത്ത ഒരു ലിസ്റ്റാണ്. ആ ജയലളിത കൊടുത്ത ലിസ്റ്റ് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേന് അതിനകത്ത് 1-ാം പേരുകാരൻ നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായിരുന്നു. അപ്പോൾ അങ്ങേരുൾപ്പെടെ ആദ്യം ഇറങ്ങിപ്പോകുന്നതും അങ്ങേരാണ് മൻമോഹൻ സിംഗിൻ്റെ അടുത്ത്. കാരണം അയാൾ അങ്ങേരധികം സംസാരിക്കുന്ന കൂട്ടത്തിലല്ല മൻമോഹൻ സിംഗ്. അപ്പോൾ അവിടുന്ന് ഈ 23 പേരും മുറി പോലെ ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നു. സർവകക്ഷി സംഘം പോയതാണ്. സർവകക്ഷി സംഘം പോയപ്പോൾ പിന്നെ ഇതിനകത്ത് വിൽപ്പന നടത്താത്തത് ഒരേ ഒരു മനുഷ്യൻ മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ പ്രേമചന്ദ്രനാണ്, എൻ കെ പ്രേമചന്ദ്രൻ. അങ്ങേര് മാത്രം ഇതിനെപ്പറ്റി കൂടുതൽ
പഠിച്ചിട്ട് ഇങ്ങനെ കൂടുതൽ കേസ് കൈകാര്യം ചെയ്യാനായിട്ട് നീങ്ങി. അങ്ങനെയാണ് നമുക്ക് ഏതാണ്ടൊരു അനുകൂലമായിട്ട് സുപ്രീം കോടതി വരെ ഇതിൻ്റെ കാര്യങ്ങൾ നീങ്ങിയത്. അതിന് ഇതായിട്ട് വേണ്ടിയിട്ട് ഇവർ അവിടുത്തെ പിന്നെ ഈ വ്യവസായികൾ എന്നാണ് അവർ പറയുന്നത്, കൃഷിക്കാർ, അവരെല്ലാം കൂടെ ഏതാണ്ട് 30 ലക്ഷം പിരിച്ചാണ് ഇവിടുത്തെ ഗവൺമെൻറ്റിനും RSPയുടെ ഒരു വിഭാഗത്തിനും കൊടുത്തത്, ഇയാൾക്ക് സീറ്റ് കൊടുക്കാതിരിക്കാനായിട്ട്. മുല്ലപ്പെരിയാർ ഡാമിന്റെ താഴ്വാരത്ത് താമസിക്കുന്നവരുടെ വേദന മറ്റു ജില്ലകളിലുള്ളവർ ഉൾക്കൊള്ളുന്നില്ലെന്ന പരിഭവവും നാട്ടുകാർ ഉയർത്തുന്നു. അത് ദുരന്തത്തിന്റെ ആഴം മനസ്സിലാക്കാത്തത് കൊണ്ടാണെന്നാണ് ഇവരുടെ അഭിപ്രായം. വണ്ടിപ്പെരിയാറിൽ താമസിക്കുന്ന ആൾക്കുള്ള ഭയം താഴോട്ട് പോയി കഴിയുമ്പോഴത്തേക്ക് തൊടുവഴിയുള്ളവർക്കില്ല. കാരണം അവർ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നില്ല. തൊടുവഴിയുള്ളവർക്കുള്ള ഭയം വേറെയാണ്, മൂവാറ്റുപുഴയുള്ളവർക്കില്ല. കാരണം അവർ അവിടെ ഇത് തമിഴ്നാടിൻ്റെ അതിർത്തിയില്ല. ഞങ്ങൾക്ക് എന്താ സംഭവിക്കുന്നത്? അവിടെ നിന്ന് അങ്ങോട്ട് പോയെന്നാൽ വേറെ എറണാകുളത്ത് ചെല്ലുന്നു, കൊച്ചി ചെല്ലുന്നു. അവിടെയുള്ളവർക്കാർക്കും വേറെ മുല്ലപ്പെരിയാർ തമിഴ്നാടിൻ്റെ അതിർത്തിയിലാണ്. ഇവിടെ എന്താ സംഭവിക്കാതിരിക്കുന്നത്? ഇതിനെപ്പറ്റി അറിവില്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം അവിടെയുള്ളവർക്ക്. അതായത് ഹൈക്കോടതിയുടെ അവിടെ ഒരു 50 അടിക്ക് മുകളിൽ വെള്ളം വരും. ഡാം പൊട്ടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഡാം പൊട്ടിക്കഴിഞ്ഞാൽ വാട്ടർ ഹാമറിംഗ് എന്ന് പറയും. വാട്ടർ ഹാമറിംഗ് എന്ന് പറഞ്ഞാൽ കൂടെ ഇടിക്കുന്ന പോലെ പോയിട്ട് ഇടിക്കും. എവിടെല്ലാം ചെല്ലുന്നുണ്ടോ ഇടിക്കും. മണ്ണാണെങ്കിൽ അത് ഇടിച്ച് തകർക്കും, കല്ലാണെങ്കിൽ മാറി ഇടിച്ചിട്ട് വേറെ ഇടത്ത് പോയി ഇടിക്കും. അപ്പോൾ ഇടുക്കി ഡാമിൽ ചെന്ന് കഴിഞ്ഞാൽ വേറെ കയറുണ്ട് കുളമാട് ഡാം തകരും. ഇടുക്കി ഡാമിൽ ഇടിച്ച് കഴിയുമ്പോഴത്തേക്ക് വേറെ കയറുണ്ട് ഓട്ടോമാറ്റിക് അവിടെ പ്രഷർ വേറെ കയറുണ്ട്, ഡാമിന് ഏൽക്കുകയില്ല. അപ്പോൾ അവിടെ നിന്ന് ചെന്ന് കഴിഞ്ഞാൽ കുളമാലടിക്കും. അവിടെ മണ്ണ് മാത്രമായിട്ടുള്ള സ്ഥലമുണ്ട്. അവിടെ ചെന്ന് ഇടിച്ച് കഴിയുമ്പോഴത്തേക്ക് കുളമാട് ഡാം തകരും. തകർന്ന തൊടുപുഴ വഴി അങ്ങ് പോകുക അത്ര തന്നെ. അവിടെ നിന്ന് ഇങ്ങോട്ടും വെള്ളം ഒഴുകും, കരോട്ടോട്ടും മൂലമറ്റത്തോട്ടും. പിന്നെ അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ മലങ്കര ഡാമുണ്ട്. അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ എറണാകുളത്തുള്ളവർ ഇപ്പോഴും ഇതിൻ്റെ ഈ അപകടം എന്താണെന്ന് അവർ ചിന്തിച്ചിട്ടില്ല. മുല്ലപ്പെരിയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലാണെങ്കിലും അതിന്റെ സുരക്ഷാ ചുമതല തമിഴ്നാട് പോലീസിനാണ്. വണ്ടിപ്പെരിയാറിന് സമീപമുള്ള വള്ളക്കടവ് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് വരെ മാത്രമാണ് പൊതുജനങ്ങൾക്ക് പ്രവേശനമുള്ളത്. അതിനാൽ തന്നെ അണക്കെട്ടിന്റെ ബലക്ഷയം പോലുള്ള കാര്യങ്ങൾ പുറം ലോകം അറിയുന്നില്ല. ഇതാണ് വള്ളക്കടവ് എന്ന് പറയുന്ന പ്രദേശം. ഇവിടെയാണ് പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ചെക്ക് പോസ്റ്റാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. ഇവിടെ നിന്ന് ഒരു 500 മീറ്റർ ഉള്ളിലായിട്ടാണ് മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ മുല്ലപ്പെരിയാർ ഡാമിന് എന്തെങ്കിലും ഒരു കേടുപാടുകൾ സംഭവിച്ചാൽ അല്ലെങ്കിൽ ഒരു തകർച്ച സംഭവിച്ചാൽ വളരെ പെട്ടെന്ന് വെള്ളം ഇങ്ങോട്ടായിരിക്കും എത്തിച്ചേരുക. സുർക്കി മിശ്രിതം ഉപയോഗിച്ച് നിർമ്മിക്കപ്പെട്ട അണക്കെട്ടാണ് മുല്ലപ്പെരിയാർ. കാലം ഏറെ പിന്നിട്ടപ്പോൾ അന്നത്തെ സാങ്കേതിക വിദ്യയും ഏറെ പഴയതായി. പക്ഷെ ഡാമിന് മാത്രം മാറ്റം ഉണ്ടായില്ല. അപ്പോൾ ഇത് ഗ്രാവിറ്റി ഡാമാണ്. ഗ്രാവിറ്റി ഡാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് താങ്ങാൻ പറ്റിയ വെയിറ്റ് ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അടി 150 അടി വീതിയും ഡാമിൻ്റെ അടിവശം. ഇത് കൽക്കട്ട സുർക്കി ഡാമാണ്. അത് 150 അടിയും മുകളിൽ 30 അടിയാണ് അതിൻ്റെ വീതി ഈ ഡാമിൻ്റെ, പഴയ ഡാമിൻ്റെ. അപ്പോൾ അത് 70 കാലഘട്ടത്തിൽ ഇത് ചോരുന്നുണ്ടെന്നും പറഞ്ഞ് വീക്കാണെന്നും പറഞ്ഞ് റിപ്പോർട്ടുകൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇത് പുതുക്കണം, പണിയണം എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ വെള്ളം ഉണ്ടാക്കി. കാരണം ഇതിൻ്റെ ഉള്ളിലില്ല ഒരു ആനയ്ക്ക് കയറി നിൽക്കാവുന്ന വിടവുകളുണ്ടായിരുന്നു കല്ലിൽ. കാരണം ഈ സുർക്കി ഒരു വർഷം 4-4.5 ടൺ ഇതിൽ നിന്ന് ഒഴുകി പോകുമെന്നാണ് നിർമ്മാണ കാലഘട്ടത്തിൽ പോലും ഇതിന് പറഞ്ഞിരുന്നത്. 50 കൊല്ലത്തെ ഗ്യാരണ്ടിയിലാണ് ഇത് ചെയ്തിരുന്നത്. ഈ 50 കൊല്ലത്തെ ഗ്യാരണ്ടിയിൽ ഇത് ചെയ്യുമ്പോൾ ഇപ്പോൾ 130 കൊല്ലത്തോടടുത്തു. അപ്പോൾ എത്ര സുർക്കി ഇതിൽ നിന്ന് ഒഴുകി പോയിരിക്കുമെന്ന് സങ്കല്പിച്ച് നോക്കിയാൽ മതി. ആഫ്രിക്കൻ രാജ്യമായ ലിബിയയിലെ തീരദേശ നഗരമായ ഡെർണ ഡാം തകർന്ന് ഒരു നാടാകെ തുടച്ചു നീക്കപ്പെട്ടു. 20,000-ഓളം ആളുകൾക്കാണ് ജീവഹാനി സംഭവിച്ചത്. ഈ ഡാം ഞങ്ങൾക്കൊരു വലിയ ഭീഷണിയുടെ ഇതിൽ തന്നെയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. 2018 പ്രളയത്തിന് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ചൊരു ഏരിയയാണ് ഞങ്ങളുടെ ഈ സ്ഥലം എന്ന് പറയുന്നത്. ഡാമിനെ സംബന്ധിച്ച് ഇപ്പം വാർത്തകളൊക്കെ മാധ്യമങ്ങളിൽ ഉണ്ടാകുന്ന വാർത്തകളുടെയൊക്കെ വെളിച്ചത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഭീതിയിൽ തന്നെയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും അവരുടെ നിസ്സംഗതകൾ നിർത്തിവെച്ചുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും സുരക്ഷ ഒരുക്കുവാനായിട്ട് അവർ പ്രത്യേകം തയ്യാറാകണമെന്ന് ഞങ്ങൾ ഗവൺമെൻറ്റിനോടും മറ്റുള്ള എല്ലാ ആൾക്കാരോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. തമിഴ്നാടിന് വെള്ളം ഉറപ്പായിട്ടും കൊടുക്കണം. അവരുടെ ജീവൻ്റെ പ്രശ്നമാണ്. നേരെ മറിച്ച് ഞങ്ങളുടെ ജീവൻ്റെ സുരക്ഷയും നൽകണം. അടുത്തിടെ സിക്കിമിലെ ചുങ്താൻ ഡാം മിന്നൽ പ്രളയത്തിൽ തകർന്ന്
നിരവധി പേർ മരിക്കുകയും ചെയ്തു. ഇതെല്ലാം ഞെട്ടലോടെയാണ് മധ്യ കേരളം കേൾക്കുന്നതും കാണുന്നതും. ലോകത്ത് തന്നെ ഏറ്റവും അപകടം പിടിച്ച ഡാം എന്നാണ് നദികളുടെ സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്ന രാജ്യാന്തര സംഘടനയായ ഇന്റർനാഷണൽ റിവേഴ്സ് മുല്ലപ്പെരിയാറിനെ വിശേഷിപ്പിക്കുന്നത്. കേരളത്തിലെ മുല്ലപ്പെരിയാർ അണക്കെട്ടിന് 128 വർഷത്തെ പഴക്കമുണ്ട്. പ്രത്യക്ഷത്തിൽ തന്നെ കാണാനാവുന്ന കേടുപാടുകൾ മുല്ലപ്പെരിയാർ ഡാമിന് സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനെല്ലാം ഉപരിയായി ഭൂകമ്പ സാധ്യതയുള്ള പ്രദേശത്താണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് എന്നതും പ്രത്യേകം പരിഗണിക്കണം. പ്രത്യേകിച്ച് നമ്മൾ വാർത്തകളിൽ നിന്നൊക്കെ മനസ്സിലാകുന്നതനുസരിച്ച് മുല്ലപ്പെരിയാർ ആകെ അപകടം പിടിച്ചൊരു അവസ്ഥയിലാണ് നിൽക്കുക. എപ്പം വേണേലും തകർന്നു വീഴാവുന്നതാണ്. പ്രത്യേകിച്ച് വെള്ളമൊക്കെ നിറഞ്ഞു കഴിയുമ്പോൾ ഒരു ഭൂകമ്പമൊക്കെ ഉണ്ടായാൽ എപ്പം വേണേലും അത് പൊട്ടിപ്പോകാം. പല രാജ്യങ്ങളിലും അത് സംഭവിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും അങ്ങനെയുള്ളൊരു സാധ്യതകളൊക്കെ ഉണ്ട്. പക്ഷേ സർക്കാരുകൾ, അത് ഏത് സർക്കാരായാലും അത് ജനങ്ങളുടെ സ്വത്തിനും ജീവനും തീർച്ചയായിട്ടും ഒരു സംരക്ഷണം കൊടുക്കേണ്ടതാണ്. ഒരു പൊളിറ്റിക്സ് കളിക്കാനുള്ളതല്ലല്ലോ, മനുഷ്യൻ്റെ ജീവൻ വെച്ചല്ലല്ലോ അത് കളിക്കേണ്ടത്. തീർച്ചയായിട്ടും അത് ജനങ്ങൾക്ക് വേണ്ടി സർക്കാർ നിലകൊള്ളണം. 40 ലക്ഷത്തോളം ജനങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്ന ജലബോംബായി മുല്ലപ്പെരിയാർ മാറുകയാണ്. നമ്മളിപ്പോൾ ഈ കാണുന്നതാണ് പെരിയാർ നദി എന്ന് പറയുന്നത്. കേരളം ഏറെ അറിയപ്പെടുന്നതും കേരളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയതുമായ ഒരു നദിയാണ് പെരിയാർ നദി എന്ന് പറയുന്നത്. ഈ നദിയാകട്ടെ ഒഴുകി വരുന്നത്, അതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ആ ഭാഗത്തു നിന്നാണ്. ഈ ഡാം സ്ഥിതി ചെയ്യുന്നത് ഈ മലനിരകൾക്കൊക്കെ അപ്പുറമാണ്. പക്ഷെ ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാം ഈ നദി ഒഴുകിക്കൊണ്ടിരിക്കുന്നത് വളരെ ശാന്തമായിട്ടാണ്. പക്ഷെ മുല്ലപ്പെരിയാർ ഡാമിന് എന്തെങ്കിലും ഒരു തകരാർ സംഭവിച്ചാൽ ഒരുപക്ഷെ വെള്ളം ഇവിടെ പാഞ്ഞു വരികയും നമുക്കൊക്കെ ചിന്തിക്കുന്നതിനും പറയുന്നതിനും ഒക്കെ അപ്പുറമായിരിക്കും. അതുകൊണ്ടായിരിക്കാം ഇവിടെയുള്ള നിവാസികളെല്ലാം തന്നെ ഏറെ ഭയപ്പാടിലും ഏറെ ആശങ്കയിലുമാണ് ഓരോ ദിനങ്ങളും തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്നത്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ രാജ്യാന്തര മാധ്യമങ്ങളും മറ്റ് രാജ്യക്കാരും വലിയ ആശങ്കകളാണ് പ്രകടിപ്പിക്കുന്നത്. സാധാരണക്കാരിൽ കാണുന്ന മനോഭാവം പോലും സർക്കാരിനും ഭരണ നേതൃത്വത്തിനും ഇക്കാര്യത്തിൽ ഇല്ല എന്നതിൽ നാട്ടുകാർക്കും പരിഭവമുണ്ട്. അപ്പോൾ നമുക്ക് അറിയാം, ബലക്ഷയം എന്ന് പറയുന്നത് കാലങ്ങൾ കൊണ്ട് സ്വാഭാവികമായിട്ടും മനുഷ്യൻ്റെ നിർമ്മിതിക്കും ഉണ്ടാകുന്നൊരു കാര്യമാണ്. ആ ഒരു കാഴ്ചപ്പാട് എനിക്ക് തോന്നുന്നത് നമ്മുടെ മാറി മാറി വരുന്ന സർക്കാരുകളോ അല്ലെ ഭരണകൂടങ്ങളും നിയമ സംവിധാനങ്ങളും ഒക്കെ കാണുന്നത് വളരെ വളരെ അലംഭാവത്തോടുകൂടി നിസ്സംഗ മനോഭാവത്തോടുകൂടിയും കാണുകയാണ്. എനിക്ക് തോന്നുന്നു മറ്റു രാജ്യങ്ങൾ പോലും മുല്ലപ്പെരിയാർ എന്ന ഡാമിൻ്റെ വലിയൊരു വിപത്ത്, വരാമായിരിക്കുന്നൊരു വലിയ വിപത്തിനെ പറ്റി വളരെ പല രീതിയിലും മാധ്യമങ്ങളിലൂടെയും ഒക്കെ വളരെ കാര്യമായിട്ട് അവർ പല രീതിയിലേക്കും നമ്മളിലേക്ക് അവർ എത്തിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു സാധാരണക്കാരുടെ മനസ്സിൽ തോന്നുന്ന ആ ഒരു മനോഭാവം പോലും നമ്മുടെ ഭരണ സംവിധാനങ്ങളിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് ഇവിടെ ഈ നാടിൻ്റെ ഏറ്റവും വലിയൊരു ശാപം. 2006 മുതലാണ് മുല്ലപ്പെരിയാർ പ്രശ്നം പുറം ലോകം കൂടുതൽ ചർച്ച ചെയ്യാൻ തുടങ്ങിയത്. മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് 136 നിന്നും 142 അടിയാക്കാമെന്ന സുപ്രീം കോടതി വിധിയാണ് മുല്ലപ്പെരിയാർ പ്രശ്നം കൂടുതൽ ചർച്ചയ്ക്ക് ഇടയാക്കിയത്. മുല്ലപ്പെരിയാർ സമരസമിതി സമരത്തിന് നേതൃത്വം നൽകിയത് ഈ ചപ്പാത്ത് കേന്ദ്രീകരിച്ചായിരുന്നു. അതുകൊണ്ടാണ് ഈ ചപ്പാത്ത് ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ ഏറെ ശ്രദ്ധേയമായ ഒരു സ്ഥലം കൂടിയായി ഈ ചപ്പാത്ത് മാറുന്നത്. 2006 ഡിസംബർ 25-നാണ് ഫാദർ ജോയ് നിരപ്പേലിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരു സമരസമിതിയുടെ നേതൃത്വത്തിൽ സമരം തുടങ്ങുന്നത്. മുല്ലപ്പെരിയാറിൽ പുതിയൊരു ഡാം നിർമ്മിക്കുക എന്നതായിരുന്നു സമരസമിതിയുടെ ആവശ്യം. പക്ഷേ ആ സമരസമിതിയുടെ ആവശ്യം ഇപ്പോഴും നിലനിൽക്കുകയാണ്. 2006 മാർച്ചിൽ ഫാദർ ജോയ് നിരപ്പേലിന്റെ നേതൃത്വത്തിൽ മുല്ലപ്പെരിയാർ സമരസമിതി രൂപം കൊണ്ടു. പെരിയാറിന്റെ തീരത്തുള്ള ചപ്പാത്തിൽ സമരസമിതിയുടെ നേതൃത്വത്തിൽ സമരം ആരംഭിക്കുകയും ചെയ്തു. 2006 ഡിസംബർ 25-ന് ആരംഭിച്ച റിലേ ഉപവാസ സമരം 2019 വരെ തുടർന്നു. ഇപ്പോഴും സമരസമിതി നിയമ പോരാട്ടത്തിലാണ്. ഒരു കാലത്ത് സമരരംഗത്ത് വലിയ ചലനം സൃഷ്ടിച്ചവർ ഇപ്പോൾ നിസ്സംഗതയിലാണ്. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം എന്ന സമരസമിതിയുടെ ആവശ്യം സർക്കാർ ഇപ്പോഴും പരിഗണിക്കാത്തതാണ് ഇവരെ നിരാശയിലാക്കുന്നത്. സർക്കാർ ഇതുവരെയും തങ്ങളുടെ ആവശ്യം ഗൗരവമായി പരിഗണിക്കാത്തതിൽ നാട്ടുകാർക്കുള്ള പരിഭവവും പങ്കുവയ്ക്കുന്നു.
വർഷങ്ങളായി നമ്മളുടെ ഈ മുല്ലപ്പെരിയാർ പ്രശ്നം കേരളത്തിലെ ഏറ്റവും വലിയ സ്ഫോടകമായ ഒരു പ്രശ്നമാണ്. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വളരെ സീരിയസ് ആയിട്ട് ആൾക്കാരെല്ലാം അതിനകത്ത് സജീവമായിട്ട് പങ്കെടുക്കുകയും ചെയ്യാവുന്നതിൻ്റെ പരമാവധി അവർ ചെയ്തു കഴിഞ്ഞു. പക്ഷേ ഇപ്പം വളരെ നിസ്സഹായരാണ്. സംസ്ഥാന ഗവൺമെൻറ് അല്ലെ കേന്ദ്ര ഗവൺമെൻറ് അടിയന്തരമായിട്ട് എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കുക എന്നല്ലാതെ ഈ പാവപ്പെട്ട ഇവിടെ കർഷകർ, തൊഴിലാളികൾ അവരെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അവർ മാനസികമായിട്ട് വളരെ ഡൗൺ ആണ്. അതുപോലെ തന്നെ വലിയ വെള്ളപ്പൊക്കം, അതുപോലെ തന്നെ ഭൂമിയിലൊക്കെ വരുമ്പോഴത്തേനും അവർ വളരെ ഭയപ്പെട്ടായിരിക്കുന്നത്. ഇങ്ങനെ ഭയപ്പെട്ട് ജീവിച്ചാൽ തന്നെ ജീവിതം തന്നെ വളരെ എനിക്ക് തോന്നുന്നു വളരെ 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 പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം ഭാവിയെക്കുറിച്ച് ഒരു ആശങ്കയും വളരെ പേടിച്ചാണ് മനുഷ്യൻ ജീവിക്കുന്നത് ഇവിടെ. ഏറ്റവും പ്രധാനം ഈ വെള്ളപ്പൊക്കം വരുമ്പോഴാണ്. അല്ലാത്തപ്പോൾ മനുഷ്യൻ ആ കാര്യം മറന്നു പോകും. വെള്ളപ്പൊക്കം വരുന്നു, ഡാം തുറന്നു വിടുന്നു, അതുപോലെ തന്നെ വലിയ സീരിയസ് ആയിട്ടുള്ള ഈ മഴ വരുമ്പോഴത്തേനും ചില ദിവസങ്ങളൊക്കെ സ്ഥിരമായ മഴ വരും. അപ്പോൾ വെള്ളം കൺട്രോൾ വിട്ട് പെരിയാറ്റിൽ ഒഴുകും. അതെല്ലാം വളരെ പ്രയാസങ്ങളിലൂടെയാണ് ഇവിടുത്തെ കുട്ടികൾ, അതുപോലെ യുവജനങ്ങൾ, പ്രായം ചെയ്തവരെല്ലാവരും, പൊതുജനങ്ങളെല്ലാം വളരെ പ്രയാസപ്പെട്ടായിരിക്കും. മാനസികാവസ്ഥ എന്നെപ്പോലെയുള്ള ആൾക്കാർക്ക് എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, എത്ര പ്രായമായി. പക്ഷേ എനിക്ക് പ്രയാസം അവർക്ക് കൊച്ചു പിള്ളേരൊക്കെ ഉണ്ട്. അതുപോലെ നമ്മുടെ ഈ മിണ്ടാപ്രാണികൾ അവരൊക്കെ നിസ്സഹായരാണ്. നമ്മുടെ പശുക്കളുണ്ട്, ആടുണ്ട്, സർവ്വ ജീവജാലങ്ങൾ നമ്മൾ വളർത്തുന്നുണ്ട്. കാര്യം കർഷകരാണ്. അപ്പോൾ നമ്മൾ പിന്നെ ബോധമുണ്ട് മനുഷ്യന്. പിന്നെ ഈ മിണ്ടാപ്രാണി അവരുടെ കാര്യം വളരെ കഷ്ടമാണ്. എല്ലാം ഒരു വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞാൽ ആരും ഒന്നും കാണത്തില്ല, മൊത്തം വാനിഷായി പോകും. ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തെങ്കിലും ഗവൺമെൻറ് അടിയന്തരമായിട്ട് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. പുതിയ ഡാം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ എൻ്റെ ഒരു ഫൈനൽ ഒരു തീരുമാനം. കാര്യം 125 വർഷം കഴിഞ്ഞ ഒരു സാധനം ഇനിയും വെച്ചുകൊണ്ടിരുന്ന വില പേശേണ്ട യാതൊരു കാര്യവുമില്ല. ഏറ്റവും പെട്ടെന്ന് അടിയന്തരമായിട്ട് സംസ്ഥാന ഗവൺമെൻറ് തമിഴ്നാടുമായിട്ട് യോജിച്ച് ഏറ്റവും സ്വീകാര്യമായിട്ടുള്ള വെള്ളം അവർ മൊത്തം കൊണ്ടുപോയാലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ജീവൻ മാത്രം ഒന്ന് രക്ഷയിട്ട് മാത്രം മതി. അതിന് അടിയന്തരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതല്ല. ഇവിടെയുള്ള പാവപ്പെട്ട ജനങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം മുല്ലപ്പെരിയാർ അന്ന് സമരസമിതി ബഹുമാനപ്പെട്ട ജോയി തെരപ്പാലച്ചൻ്റെ നേതൃത്വത്തിൽ വളരെ ആത്മാർത്ഥമായിട്ട് ഉള്ള സമരപരിപാടി 100 ദിവസത്തിലധികം അവിടെ നടത്തി. പക്ഷെ അവിടെ യാതൊരു പ്രയോജനം ഉണ്ടായില്ല. ജനങ്ങളെ എല്ലാവർക്കും അറിയാതെ, ജനങ്ങൾക്ക് കേന്ദ്ര ഗവൺമെൻറ്റിനും സംസ്ഥാന ഗവൺമെൻറ്റിനും കാര്യങ്ങൾ അതിൻ്റെ ഗൗരവമെല്ലാം അറിയാം. പക്ഷെ അവരൊരു ആക്ഷൻ എടുക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. മുല്ലപ്പെരിയാർ സമരസമിതി പ്രത്യക്ഷത്തിൽ സമരരംഗത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്ന് സമരത്തിന് നേതൃത്വം നൽകിയവർ വ്യക്തമാക്കുന്നു. എന്നാൽ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ചടുലമായ പ്രവർത്തനങ്ങളാണ് സമരസമിതിയുടേതെന്നും ഭാരവാഹികൾ പറയുന്നു. മുല്ലപ്പെരിയാർ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കുന്നതിൽ മാറി മാറി വരുന്ന സർക്കാരുകൾ എത്രമാത്രം പ്രാമുഖ്യം കൊടുക്കുന്നുണ്ട് എന്ന് ഭരണത്തിന് നേതൃത്വം നൽകുന്നവർ ചിന്തിക്കേണ്ട കാര്യമാണ്. മാറി മാറി വരുന്ന നമ്മുടെ ഗവൺമെൻറ്റുകൾ ഒരു പക്ഷേ അതിൻ്റെ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നില്ല എന്ന് വേണം നമുക്ക് പറയാൻ. കാരണം ഇതിൻ്റെ കേസുമായി മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ തന്നെയും ഇതിനൊരു പരിഹാരം എന്താണെന്നുള്ളതിലേക്ക് ഇതുവരെ ഒരു ഗവൺമെൻറ്റിനും നമുക്ക് എത്തിച്ചേരുവാൻ സാധിച്ചിട്ടില്ല. അന്ന് പ്രതിപക്ഷത്തായിരുന്നു ഇന്നത്തെ ഭരണപക്ഷം. അപ്പോൾ അന്ന് അവർ പ്രതിപക്ഷത്തായിരുന്നപ്പോൾ ഈ മുല്ലപ്പെരിയാർ സമരവുമായി ബന്ധപ്പെട്ട് അവർ വളരെ ആക്റ്റീവായിട്ട് സമരരംഗത്ത് നിന്നവരാണ്. ഇന്ന് അവർ ഭരണപക്ഷത്താണ്. ഭരണപക്ഷത്തായി കഴിഞ്ഞപ്പോൾ അപ്പം ഈ ഒരു വിഷയത്തിന് എത്രത്തോളം പ്രാധാന്യം അവർ കൊടുക്കുന്നുണ്ട് അവർ സ്വയം വിലയിരുത്തേണ്ടതാണ്. മാത്രമല്ല ഇതിന് കാരണം ഏത് ഗവൺമെൻറ് ഭരിച്ചാലും മുല്ലപ്പെരിയാറിന് ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കി കൊടുക്കേണ്ടത് ആ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. കാരണം ഇവിടെ ജീവിക്കുന്ന, കാരണം ഈ മുല്ലപ്പെരിയാറിന് താഴോട്ട് ജീവിക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണം. മുല്ലപ്പെരിയാർ വിഷയത്തിൽ മാറി മാറി വരുന്ന സർക്കാരുകൾ പുലർത്തുന്ന അവഗണനയുടെ ഫലം അനുഭവിക്കേണ്ടി വരുന്നത് കുറേയധികം ആളുകളാണ്. തങ്ങളുടെ നീണ്ടകാലത്തെ ആവശ്യം കേരളം ഭരിച്ച സർക്കാരുകൾ ചെവിക്കൊള്ളാത്തതിൽ ഇടുക്കി ജില്ലയിലെ ജനങ്ങൾക്ക് ഏറെ വിഷമമുണ്ട്. മുല്ലപ്പെരിയാർ ഡാമിന്റെ ഭാവി ചോദ്യചിഹ്നമായി ഉയർന്നു തുടങ്ങിയതോടെ ഒട്ടേറെ നാട്ടുകാരാണ് ഇവിടം വിട്ടൊഴിഞ്ഞു പോകുന്നത്. ഇവിടുന്ന് ആൾക്കാർ ഒത്തിരി പേര് ഒഴിഞ്ഞു പോകുന്നുണ്ട്. മുല്ലപ്പെരിയാറിൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞും അല്ലാതെ തന്നെ സ്ഥലം അടുത്ത് കിടക്കുന്നവരൊക്കെ എന്ന് കഴിഞ്ഞാൽ കുറേ ഈ മരുതമ്പേട്ടൊക്കെ ആ ഭാഗത്തൊക്കെ കുറേ പേരൊക്കെ എന്ന് കഴിഞ്ഞാൽ സ്ഥലം അവിടെ ഉണ്ട്, എന്നാൽ അവരോട് പുതിയൊരു വീട് വെക്കാനൊന്നും അവർ അങ്ങനെ താല്പര്യപ്പെടുന്നില്ല. കാരണം വീട് വെച്ച് കഴിഞ്ഞാൽ 50 ലക്ഷം രൂപ അവർക്ക് വീട് വെച്ച് കഴിയുമ്പം പിന്നെ അവർക്ക് ഒരു പ്രശ്നമായത് എപ്പോഴും മുല്ലപ്പെരിയാർ പൊട്ടിക്കഴിഞ്ഞാൽ പോകുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കുറേ ആൾക്കാർ കുറേ സ്ഥലങ്ങളിലേക്ക് മാറിപ്പോകാൻ താമസിക്കുന്നുണ്ട്. ജില്ലയിൽ നിന്നുള്ള മന്ത്രി റോഷി അഗസ്റ്റിൻ കൂടുതൽ താല്പര്യം കാണിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. 11 ദിവസത്തോളം റോഷി അഗസ്റ്റിൻ ചപ്പാത്തിലെ സമരപ്പന്തലിൽ നിരാഹാരം അനുഷ്ഠിക്കുകയും ചെയ്തിരുന്നു.
അപ്പോൾ അന്ന് റോഷി അഗസ്റ്റിൻ നിന്നിരുന്ന കേരള കോൺഗ്രസിലാണെങ്കിൽ ഇന്നിപ്പോൾ റോഷി അഗസ്റ്റിൻ നിൽക്കുന്ന ഭരണപക്ഷത്തിൻ്റെ കൂടിയാണ്. അപ്പോൾ റോഷി അഗസ്റ്റിൻ മാത്രം പറഞ്ഞുകൊണ്ട് ഭരണപക്ഷത്തിൻ്റെ അംഗമാണ്, പക്ഷേ ഒരു മന്ത്രിയാണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞുകൊണ്ട് മാത്രമൊന്നും ഇന്ന് ഭരണചക്രം തിരിയുന്നില്ല. ഭരണചക്രം തിരിയണമെന്നുണ്ടെങ്കിൽ മൊത്തത്തിലുള്ള അവരെല്ലാവരും കൂടി ആലോചിച്ചാലേ ഈ സംഭവം തിരിയുള്ളൂ, ഇല്ല തിരിയല്ല. അതുകൊണ്ട് റോഷി അഗസ്റ്റിൻ മാത്രം മുൻകൈ എടുത്തുകൊണ്ട് നടക്കാറ്. പക്ഷേ റോഷി അഗസ്റ്റിൻ കുറച്ചും കൂടെ മുൻകൈ എടുക്കാം, കുറച്ചും കൂടെ കാര്യങ്ങൾ ശുഷ്കാന്തിയായിട്ട് കാര്യങ്ങൾ പറയാം, സർക്കാർ തലത്തിൽ പറയാം, മുഖ്യമന്ത്രിയോട് പറയാം, മറ്റുള്ളവരോട് പറയാം. അതിനകത്ത് നമുക്ക് എന്തെങ്കിലും ഒരു ആശങ്ക മാറ്റണം, ജനങ്ങളുടെ എന്തെങ്കിലും ഒരു സംവിധാനം ചെയ്യണം ഒക്കെ പറയാം. പക്ഷേ അദ്ദേഹം ചെയ്യുന്നില്ല. മുല്ലപ്പെരിയാർ ഡാം നിലനിർത്താൻ തമിഴ്നാട് സർക്കാർ കാട്ടുന്ന ആത്മാർത്ഥത തങ്ങളുടെ ജീവൻ സംരക്ഷിക്കാൻ കേരള സർക്കാർ കാട്ടുന്നില്ലെന്ന് പറയേണ്ടി വരുന്നു. അത് എല്ലാ കാലങ്ങളിലും തമിഴ്നാടിൻ്റെ രാഷ്ട്രീയപരമായ സ്വാധീനം, തമിഴ്നാട് ഏത് കക്ഷി ഭരിച്ചാലും അവർക്ക് ഉണ്ടായ കേന്ദ്രത്തിലുണ്ടായിരുന്ന രാഷ്ട്രീയപരമായ സ്വാധീനവും അവർ തമിഴ് ജനതയുടെ വൈകാരികമായ ഒരു നിലപാടുമൊക്കെയാണ് നമുക്ക് കേരളത്തിൽ ദോഷകരമായി വരുന്നത്. മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷ സംബന്ധിച്ച് പലപ്പോഴും കേരളത്തിൽ സീസൺ ചർച്ച മാത്രമായി അവശേഷിക്കുന്നു. വർഷകാലം വരുമ്പോൾ ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രം. പിന്നീട് സർക്കാർ പോലും ഇത് ഗൗരവമായി കാണുന്നില്ല. എന്നാൽ ഏതു നിമിഷവും എന്തും സംഭവിക്കാമെന്ന ആശങ്ക ജനങ്ങളെ അലട്ടിക്കൊണ്ടേയിരിക്കുന്നു. മുല്ലപ്പെരിയാർ പ്രശ്നം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാന പ്രശ്നം. കേരളത്തിനെ സംബന്ധിച്ച് മുല്ലപ്പെരിയാർ പ്രശ്നം എന്ന് പറയുന്നത് ഒരു സീസൺ ചർച്ച മാത്രമാണ്. നമ്മുടെ ആറ്റിലെ ജലനിരപ്പ് ഉയരുമ്പോൾ, കാലവർഷത്തിനൊന്ന് ശക്തി പ്രാപിക്കുമ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ഒരു മൂവ്മെന്റ് എന്നതിനപ്പുറം ഇപ്പം ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് കേരളത്തിൽ. ആ ഒരു ചർച്ച ഒരു സീസൺ ചർച്ചയാക്കി മാറ്റരുത്. ആ ചർച്ച തുടരണം. അതൊരു സംഘടിത ബോധ്യത്തിനപ്പുറം സാംസ്കാരിക ബോധ്യമുള്ള ഒരു ചർച്ചയാക്കി മാറ്റി തമിഴ്നാടിനെ നമ്മുടെ വരുതിയിൽ കൊണ്ടുവരുന്ന, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ആണ് ശരി, അല്ലെങ്കിൽ അവർ പറയുന്നതിനകത്ത് മനുഷ്യത്വപരമായ നിലപാടുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുവാൻ നമുക്ക് കഴിഞ്ഞാൽ അടിസ്ഥാനപരമായി നല്ല ചർച്ചകൾ അല്ലെങ്കിൽ നല്ല ബോധം പങ്കുവെക്കുന്ന കേരളത്തിൽ എന്തുകൊണ്ട് ധാർമ്മിക വിഷയത്തിൻ്റെ ഭാഗമായിട്ടെങ്കിലും ഈ വിഷയത്തെ നമുക്ക് മുന്നോട്ട് തുടർച്ചയായി ചർച്ച ചെയ്യാൻ കഴിയുന്നില്ല? ദയവേത് ഈ വിഷയം സീസൺ ചർച്ചയായിട്ട് ഒതുങ്ങാതെ തമിഴ്നാടിനെ അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയും ഇതിൻ്റെ ഭവിഷ്യത്ത് ബോധ്യപ്പെടുത്തുകയും ആ ബോധ്യപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ കേരളവും തമിഴ്നാടും തമ്മിൽ വഴങ്ങിയാൽ ഒരു പക്ഷേങ്കിൽ ലോകം കണ്ട ഏറ്റവും വലിയ രണ്ട് സാമ്പത്തിക ശക്തിയായി മാറുവാനായിട്ടുള്ള സാധ്യത ഈ വെള്ളം കൊണ്ട്, കേരളത്തിൻ്റെ തെക്ക് കിഴക്ക് പടിഞ്ഞാറ് നിന്നൊഴുകുന്ന എല്ലാ സ്ഥലത്തു നിന്നുമുള്ള വെള്ളം കൊണ്ട് തമിഴ്നാടിനും കേരളത്തിനും കഴിയുമെന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ പ്രവർത്തകനാണ് ഞാൻ. 2006-ലും 2014-ലും മുല്ലപ്പെരിയാറിന് സുരക്ഷാ ഭീഷണിയില്ലെന്നും അണക്കെട്ടിലെ ജലനിരപ്പ് 142 അടിയായി ഉയർത്താമെന്നും സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിനുശേഷം സാഹചര്യങ്ങൾ ഒട്ടേറെ മാറി. ലോകത്തെ തന്നെ ഏറ്റവും അപകടകരമായ നിലയിൽ സ്ഥിതി ചെയ്യുന്ന അണക്കെട്ടായി മുല്ലപ്പെരിയാർ മാറിയിട്ടുണ്ട്. ലിബിയയിലും സിക്കിമിലും അടുത്തിടെ ഉണ്ടായ ഡാമുകളുടെ തകർച്ച സർക്കാരുകൾ ഗൗരവമായി കാണേണ്ടതുണ്ട്. അന്താരാഷ്ട്ര ഡാം വിദഗ്ധനായ എച്ച് ഹുസൈൻ, ഡൽഹി ഏരിയയിലെ ഡയറക്ടറാണ്. എച്ച് ഹുസൈൻ്റെ റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ അതിവർഷം വന്നാൽ കൃത്യമായിട്ട് മുല്ലപ്പെരിയാർ ഡാം പതിക്കും എന്നുള്ള കാര്യം സംശയമില്ല. അതിൻ്റെ കാരണം 44 മണിക്കൂർ തുടർച്ചയായിട്ട് മഴ പെയ്താൽ അത് ഡാമിൻ്റെ മുകളിൽ നിന്ന് കവിഞ്ഞൊഴുകുമ്പോൾ സ്വാഭാവികമായിട്ടും ഡാം നിലം പൊത്തി. അതിന് ഏറ്റവും ഉദാഹരണമാണ് ഈയിടെ ഉണ്ടായ സിക്കിമിലെ വെള്ളപ്പൊക്കത്തിൽ അതിവർഷം ഉണ്ടായപ്പോൾ, മേഘസ്ഫോടനം ഉണ്ടായപ്പോൾ ആ ഡാം നിലംപൊത്തി ഒട്ടേറെ ആളുകൾ, സൈനികർ ഒട്ടേറെ ആളുകൾ മരിച്ചു. അതുപോലെ തന്നെ ലിബിയായി. അങ്ങനെ ഇത് സംബന്ധിച്ച് ഈ ഡാം പുതുക്കി പണിയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 1979 തന്നെ കേന്ദ്ര ജലവിഭവ കമ്മീഷനായിരുന്ന KC തോമസ് റിപ്പോർട്ട് കൊടുത്തതാണ്. ഇപ്പോൾ ഡാം സ്ഥിതി ചെയ്യുന്ന മുല്ലപ്പെരിയാർ ഡാമിൻ്റെ 1300 അടി താഴ്ചയിൽ അത് സംബന്ധിച്ച് ആവശ്യമായ മുഴുവൻ പഠന റിപ്പോർട്ട് നടത്തി, അതിൻ്റെ സോയിൽ ഉൾപ്പെടെയുള്ള മുഴുവൻ പരിശോധന നടത്തി അന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ട് കൊടുത്തിട്ട് പോലും നാളിതുവരെയായിട്ട് ഈ 40-45 വർഷമായിട്ടും ഈ ഡാം പുതുക്കി പണിയാനുള്ള യാതൊരുവിധ സംവിധാനവും ഒരു ഗൗരവപരമായ ഒരു നിലപാട് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചിട്ടില്ല, കേരള ഗവൺമെൻറ് സ്വീകരിച്ചിട്ടില്ല. തമിഴ്നാടിനെ സംബന്ധിച്ച് നമുക്കറിയാം, അവർക്ക് വെള്ളം കിട്ടുക എന്നുള്ളതാണ്. തമിഴ്നാട് നമുക്ക് വെള്ളം കൊടുക്കുന്നതിന് യാതൊരു എതിർപ്പുമില്ല. പക്ഷേ നമ്മളെ സംബന്ധിച്ച് വേണ്ടത്, ആത്യന്തികമായിട്ട് വേണ്ട കേരളത്തിലെ ഈ 40 ലക്ഷം ജനങ്ങൾക്ക് വേണ്ടത് സുരക്ഷയാണ്. മുല്ലപ്പെരിയാറിലെ കേരളത്തിന്റെ ആശങ്കകൾ പലതവണ പല കോടതികൾ കയറിയതാണ്. കേന്ദ്ര സർക്കാരിന്റെ മുന്നിൽ വിഷയം ഉയർത്തിയപ്പോൾ ഇനി ഇടപെടാനാകില്ലെന്ന് തീർത്തും വ്യക്തമാക്കുകയും ചെയ്തു. ഇനി ഏക ആശ്രയം സുപ്രീം കോടതി മാത്രമാണ്. സുപ്രീം കോടതിയിൽ നിന്നാണ് ഇനി അന്തിമ തീരുമാനം വരേണ്ടത്.
ഏതു നിമിഷവും സകലതും വെള്ളമെടുക്കുമോ എന്ന ഭീതിയിൽ നെഞ്ചുനീറി കഴിയുന്ന പെരിയാറിന്റെ തീരത്തുള്ള സാധാരണക്കാരെക്കുറിച്ച് ഭരണകൂടങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്നതും സംശയമാണ്. ലക്ഷക്കണക്കിന് പേരുടെ ജീവന്റെയും ജീവിതത്തിന്റെയും പ്രശ്നമാണിത്. അതിനാൽ അല്പം പോലും നിസ്സംഗത ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകരുത്. അത് വൻ ദുരന്തത്തിലേക്കായിരിക്കും ക്ഷണിച്ചു വരുത്തുക. ഭീതിയില്ലാതെ സമാധാനപരമായി ജീവിക്കാനുള്ള അവകാശത്തിനായി ഒരു ജനത വർഷങ്ങളായി കേഴുകയാണ്. പരീക്ഷണ വസ്തുക്കളല്ല കേരളീയർ. തമിഴ്നാടിന് ജലം, കേരളത്തിന് സുരക്ഷ, ഇതാണ് കേരളം എപ്പോഴും ആവർത്തിക്കുന്നത്. അതുതന്നെയാണ് യാഥാർത്ഥ്യമാകേണ്ടതും. ലോകത്തെ തന്നെ ഏറ്റവും പഴക്കമേറിയ ഒരു അണക്കെട്ടാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട്. 1895 മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ നിർമ്മാണം പൂർത്തിയായത്. ആ നിർമ്മാണം പൂർത്തിയായ അണക്കെട്ടിന് ഇപ്പോൾ 128 വയസ്സായിരിക്കുന്നു. അതിനെന്തെങ്കിലും ഒരു തകർച്ച നേരിട്ടാൽ അത് ഈ ഇടുക്കി ജില്ലയിലെ ജനങ്ങളെ മാത്രമല്ല, മധ്യ കേരളത്തിലെ 40 ലക്ഷത്തോളം ആളുകളെയാണ് അത് ഗുരുതരമായി ബാധിക്കുക. അവരുടെ കുടുംബങ്ങളാണ് നഷ്ടപ്പെടുക, വിലപ്പെട്ട ജീവനുകളാണ് നഷ്ടപ്പെടുക. അതിന് ഏറ്റവും ശാശ്വതമായ ഒരു പരിഹാരം എന്ന് പറയുന്നത് മുല്ലപ്പെരിയാറിൽ പുതിയ ഒരു അണക്കെട്ട് നിർമ്മിക്കുക എന്നുള്ളതാണ്. ആ ഒരു ആവശ്യമാണ് ഈ ഇടുക്കി ജില്ലയിലെ ജനങ്ങളും അതുപോലെ മധ്യ കേരളത്തിലെ ജനങ്ങളും കേരളത്തിലെ പൊതുമനസ്സും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും അതിനുവേണ്ടി തന്നെയാണ്.